وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾ വളരെ ഗഹനമായ വിഷയങ്ങൾ കേട്ട് ഇരിക്കുന്ന ശ്രോതാക്കളാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഇൻഷാ അല്ലാഹ് സന്തുഷ്ട ജീവിതത്തിന് ചില അടിസ്ഥാന തത്വങ്ങൾ എന്ന വിഷയം ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാം. വളരെ ദീർഘമായിട്ട് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചില അടിസ്ഥാന തത്വങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ പ്രയാസപ്പെടുത്താനല്ല, ബുദ്ധിമുട്ടിക്കാനും ഇടങ്ങേറാക്കാനുമല്ല. അവർക്ക് സന്തോഷം ലഭിക്കണം, മനസ്സിന് സമാധാനം ലഭിക്കണം, വിജയം കരഗതമാകണം. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കുന്നത്. മനുഷ്യരെ കഷ്ടപ്പെടുത്തുക എന്നുള്ളതല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. ദീനിലെ പല നിയമങ്ങളും അത് പ്രയാസകരമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് കുഫാറുകൾ മുസ്ലിം സമൂഹത്തിൻ്റെ കർമ്മങ്ങളെ പരിഹസിക്കുമ്പോൾ, അതിനെ സംബന്ധിച്ച് കളിയാക്കുമ്പോൾ അള്ളാഹു ഇറക്കി കൊടുത്തതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബിയെ, താങ്കളുടെ മേൽ നാം പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് താങ്കൾ കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല, ബുദ്ധിമുട്ടുണ്ടാകാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ കഷ്ടപ്പെടുത്തുന്ന, ബുദ്ധിമുട്ടിക്കുന്ന ഒന്നല്ല എന്നർത്ഥം. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ അസ്സഅദി റഹിമഹുല്ലാ വളരെ സുന്ദരമായ ഒരു തഫ്സീർ, വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: ഐ ലൈസൽ മഖ്സൂദു ബിൽ വഹ്യി വ ഇൻസാലിൽ ഖുർആനി അലൈക. വഹ്യ് ഇറക്കിയതിൻ്റെയും പരിശുദ്ധ ഖുർആൻ താങ്കളുടെ മേൽ അവതരിപ്പിക്കുന്നതിൻ്റെയും വശർഇ ശരീഅ, ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിൻ്റെയും എല്ലാം ഉദ്ദേശം ലിതഷ്ഖ, അത് താങ്കളെ ബുദ്ധിമുട്ടിപ്പിക്കുക എന്നുള്ളതല്ല അതിൻ്റെ മഖ്സൂദ്, അതിൻ്റെ ഉദ്ദേശം. ലിതഷ്ഖ ബിദാലിക വയകൂന ബിശ്ശരീഅ തക്ലീഫുൻ യശുഖു അലൽ മുകല്ലഫീൻ വതഅജിസു അൻഹു ഖുവൽ ആമിലീൻ. അതേ പ്രകാരം തന്നെ ശരീഅത്ത് കൊണ്ട് അത് പിൻപറ്റുന്ന ആളുകൾക്ക് പ്രയാസമുണ്ടാവുക, അതൊരു വലിയ ബാധ്യതയായി മാറുക. അതല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അശക്തരായി മാറുക, അവർ ബലഹീനരായി മാറുക. ഇതൊന്നുമല്ല ശരീഅത്ത് അവതരിപ്പിച്ചതിൻ്റെ, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതല്ല.
വഇന്നമൽ വഹ്യു വൽ ഖുർആനു വശർഉ ശറഅഹു അർ-റഹീമുർ റഹ്മാൻ. നിശ്ചയമായും അല്ലാഹുവിങ്കിൽ നിന്നുള്ള ദിവ്യബോധനം, വഹ്യ്, പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണം, അല്ലാഹു നൽകിയിരിക്കുന്ന നിയമസംഹിത ശരീഅത്ത്, ഇത് റഹീമായ റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നതാണ്. അതിവിപുലമായ കാരുണ്യത്തിൻ്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചു തന്നത്. അല്ലാഹുവാണ് ഈ നിയമം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് റഹ്മാനായ റഹീമായ അല്ലാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുകൊണ്ട് പ്രയാസപ്പെടുത്തുക എന്നുള്ളതല്ല ഉദ്ദേശം. ഒരിക്കലും റഹ്മാനായ അല്ലാഹു, റഹീമായ അല്ലാഹു അവൻ്റെ അടിയാറുകളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യം വെക്കുകയില്ല. പിന്നെയോ വജഅലഹു മൂസിലൻ ലിസ്സആദ വൽ ഫലാഹി വൽ ഫൗസ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിനെ, ശരീഅത്തിനെ നിശ്ചയിച്ചിരിക്കുന്നത് വളരെ വലിയ സൗഭാഗ്യത്തിലേക്ക്, വിജയത്തിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിനാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വിജയം കരഗതമാക്കുക, അവർ സന്തോഷമുള്ളവരായി മാറുക, സൗഭാഗ്യമുള്ളവരായി മാറുക, അതാണ്. മാത്രമല്ല വസഹ്ഹലഹു ഗായത തസ്ഹീൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ലളിതമാക്കിയിരിക്കുകയാണ്, എളുപ്പമാക്കിയിരിക്കുകയാണ്. വയസ്സറ കുല്ല തുറുഖിഹി വ അബ്വാബിഹി, അതിൻ്റെ എല്ലാ മാർഗങ്ങളും എല്ലാ വാതിലുകളും അല്ലാഹു എളുപ്പമാക്കി തന്നിരിക്കുന്നു. വജഅലഹു ഗിദാഅൻ ലിൽ ഖുലൂബി വൽ അർവാഹി, പരിശുദ്ധ ഖുർആനിനെ അതല്ലെങ്കിൽ ശരീഅത്തിനെ ഹൃദയത്തിൻ്റെ ഊർജമായിട്ട്, അതിൻ്റെ ഗിദാ ആയിട്ട്, അതിനു വേണ്ടുന്ന ആഹാരമായിട്ട് അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. അതേപ്രകാരം ആത്മാവിൻ്റെ ആഹാരമായിട്ട്, വറാഹത്തൻ ലിൽ അബ്ദാൻ, ശരീരത്തിന് ആശ്വാസമായിട്ടാണ് അല്ലാഹു അത് നിശ്ചയിച്ചിരിക്കുന്നത്. ഫതലഖത്ഹുൽ ഫിത്റു സലീമ വൽ ഉഖൂലുൽ മുസ്തഖീമ, ആരുടേതാണോ സുരക്ഷിതമായ ബുദ്ധി, അതല്ലെങ്കിൽ പ്രകൃത്യാലുള്ളതായ ഫിത്റത്ത്, അത് ആർക്കാണ് ഉള്ളത്, അവരതിനെ എന്ത് ചെയ്യും, സ്വീകരിക്കും. ബിൽ ഖബൂലി വൽ ഇദ്ആനി ലിഇൽമിഹാ ബിമഹ്തവ അലൈഹി മിനൽ ഖൈരി ഫിദ് ദുനിയ വൽ ആഖിറ. അവർ അല്ലാഹു നൽകിയിരിക്കുന്ന ഈ വഹ്യ്, പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ നിയമങ്ങൾ അനുസരണയോടെ അവരതിനെ സ്വീകരിക്കും. കാരണം അതിൽ അടങ്ങിയിരിക്കുന്നത് ദുനിയാവിലും ആഖിറത്തിലും നന്മകളാണ്. എണ്ണിയാൽ തീർക്കാൻ സാധിക്കാത്ത വലിയ നന്മകൾ ഒരാൾക്ക് ഉണ്ടാകുന്നത് ഇത് സ്വീകരിക്കുന്നതിലൂടെയാണ് എന്ന് സുരക്ഷിതമായ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ബോധ്യപ്പെടും. അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന പ്രകൃത്യ ഫിത്റത്ത്, അത് ശരിയായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിലാണ് സആദത്തുള്ളത് എന്ന് അവന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: അല്ലാഹു ആളുകളെ പ്രയാസപ്പെടുത്തുക, ബുദ്ധിമുട്ടിക്കുക, കഷ്ടപ്പാട് സഹിക്കുക, അതല്ല അല്ലാഹുവിൻ്റെ ഉദ്ദേശം. ആത്യന്തികമായി വലിയ സൗഭാഗ്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം തന്നെ. ഇതിൽ ഒന്നാമത്തെ നിയമം, തത്വം, ഖായിദ, മനുഷ്യൻ്റെ സന്തോഷം അത് പല രീതിയിലുണ്ട്. ആത്യന്തികമായ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം, സൗഭാഗ്യത്തിൻ്റെ അടിസ്ഥാനം, അത് മനുഷ്യരുടെ ഹൃദയവുമായി ബന്ധപ്പെട്ടാണ്, ആത്മാവുമായി ബന്ധപ്പെട്ടതാണ്. പുറമെ അന്വേഷിച്ചാൽ അത് ലഭിക്കുകയില്ല. പുറമെ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അത് ഒരാൾക്ക് ധാരാളമുണ്ട് അങ്ങനെ കിട്ടുന്ന സന്തോഷങ്ങൾ. പക്ഷെ ഈ ഹൃദയവുമായി ബന്ധപ്പെട്ട സന്തോഷമില്ല എങ്കിൽ ആ സന്തോഷത്തിന് വലിയ ആയുസ്സില്ല. അതുകൊണ്ട് ഒരാൾക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാനും സാധിക്കുകയില്ല. ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു മനുഷ്യന് ലഭിക്കുന്ന സന്തോഷത്തിൻ്റെ പരിപൂർണതയ്ക്ക് മറ്റുള്ള പുറമെയുള്ള ഖാരിജിയായ ബാഹ്യമായ സന്തോഷത്തിൻ്റെ ഘടകങ്ങൾക്ക് സ്വാധീനമുണ്ട്, അത് ശരിയാണ്. എന്നാൽ അടിസ്ഥാനപരമായി ഒരാളുടെ സന്തോഷം നിശ്ചയിക്കുന്നത് അത് അവൻ്റെ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ബക്കർ ബിൻ അബ്ദില്ല അൽ മുസ്നി റഹിമഹുല്ലാ, താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനാണ്. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പല സ്ഥാനങ്ങളെ സംബന്ധിച്ച്,
പരിശുദ്ധ ഖുർആനിലെ പല പല ആയാത്തുകളെ വ്യാഖ്യാനിക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ പറയും ഇതുകൊണ്ട് ഉദ്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അതിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ബക്കർ ബിൻ അബ്ദില്ലാ അൽ മുസ്നി റഹിമഹുല്ലാ പറഞ്ഞു, റളിയല്ലാഹു അൻഹുവിന്റെ ഈ സ്ഥാനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് പറഞ്ഞു, മാ ഫളല അബൂബക്കറിൻ അന്നാസ ബികസറത്തി സ്വലാത്തിൻ വലാ ബികസറത്തി സിയാമി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ജനങ്ങളിൽ നിന്ന് ശ്രേഷ്ഠനായിരിക്കുന്നത് ധാരാളം നമസ്കരിക്കുന്നത് കൊണ്ടോ നോമ്പെടുക്കുന്നത് കൊണ്ടോ അല്ല, വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബി, അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കപ്പെട്ട ഒരു കാര്യം, അതുകൊണ്ടാണ് അദ്ദേഹം സിദ്ദീഖായി തീർന്നത്. സിദ്ദീഖ് എന്ന നാമകരണം നൽകപ്പെട്ടത്, അള്ളാഹു തന്നെ പ്രശംസിക്കാൻ കാരണമായി തീർന്നത് ഇതുകൊണ്ടാണ്. അതായത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം നൽകപ്പെട്ടത് എന്നർത്ഥം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന വളരെ പ്രശസ്തമായ വാക്യങ്ങളുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൽ മഹ്ബൂസു മൻ ഹുബിസ ഖൽബു. ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ശിഷ്യൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് ഞാൻ കേട്ടു, അൽ മഹ്ബൂസു മൻ ഹുബിസ ഖൽബു, ആരാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ, ഹൃദയം, മൻ ഹുബിസ ഖൽബുഹു അൻ റബ്ബി, ആരുടെ ഹൃദയമാണോ തൻ്റെ റബ്ബിനെ തൊട്ട് തടയപ്പെട്ടിരിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവൻ. വൽ മഅ്സൂറു മൻ അസറഹു ഹവ, ആരുടെ ഇച്ഛകളാണോ ഒരാളെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നത് അവനാണ് തടവിലാക്കപ്പെട്ടിരിക്കുന്നവൻ. അപ്പൊ ആരുടെ മനസ്സിലാണോ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമില്ലാത്തത്, ആരുടെ മനസ്സിനെയാണോ അവന്റെ ശരീരത്തിന്റെ ദുഷിച്ച ഇച്ഛകൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ തടവിലാക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ അടിമയാക്കപ്പെട്ടവൻ, സ്വാതന്ത്ര്യമില്ലാത്തവൻ അവനാണ് എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞു. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ ജയിലിൽ കഴിച്ചുകൂട്ടിയ കാലഘട്ടത്തിൽ അദ്ദേഹം സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക്. അല്ലാഹുവേ, നിന്നെ ദിക്ർ ചെയ്യാൻ അതിനുള്ള സഹായം എനിക്ക് നൽകണമേ, നിനക്ക് ശുക്ർ രേഖപ്പെടുത്താൻ. ജയിലിൽ കിടന്നിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ജയിലിൽ കിടക്കുമ്പോൾ സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, നീ എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാണ്, അതുകൊണ്ടാണല്ലോ ശുക്ർ ചെയ്യണത്. നീ എനിക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാൻ എന്നെ നീ സഹായിക്കണമേ, നിനക്ക് ഏറ്റവും ഉചിതമായ നല്ല രീതിയിൽ ഇബാദാത്തുകൾ അർപ്പിക്കാൻ നിന്റെ സഹായം എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വഖാല ലി മറ, മറ്റൊരിക്കൽ എന്നോട് പറഞ്ഞു, മാ യസ്നഉ അഅദാഇ ബി, ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാനാണ് സാധിക്കുക. അന ജന്നതി വബുസ്താനി ഫി സദ്രി, എൻ്റെ സ്വർഗം, എൻ്റെ തോപ്പുകൾ, തോട്ടങ്ങൾ, അത് എൻ്റെ ഹൃദയത്തിലാണ്. ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ പ്രസിദ്ധമായ മറ്റൊരു വാക്യമുണ്ട്, ദുനിയാവിലൊരു സ്വർഗമുണ്ട്, അതിൽ പ്രവേശിച്ചവനാണ് ആഖിറത്തിലെ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ദുനിയാവിലെ സ്വർഗത്തിൽ പ്രവേശിക്കാത്തവൻ ആഖിറത്തിലും അവനത് നിഷേധിക്കപ്പെടും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത്, എൻ്റെ സ്വർഗം അതെൻ്റെ ഹൃദയത്തിലുണ്ട്, എൻ്റെ നെഞ്ചകത്തുണ്ട്. ഇൻ റുഹ്തു ഫഹിയ മഈ ലാ തുഫാരിഖുനി, ഞാൻ എവിടെ പോയാലും അതെൻ്റെ കൂടെയുണ്ട്, എന്നെ വിട്ടുപോവുകയില്ല. വ ഇന്ന ഹബ്സി ഖൽവ, എന്നെ എവിടെയെങ്കിലും ബന്ധനസ്ഥനാക്കിയിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവുമായി ഏകനായി ഇരുന്നു കൊണ്ട് ഞാൻ ഇബാദാത്തുകൾ അർപ്പിക്കും, അതിലെനിക്ക് സന്തോഷമാണ്. വഖത്ലി ഷഹാദ, എന്നെ അവർ വധിച്ചു കളഞ്ഞാൽ അള്ളാഹുവിങ്കിൽ ഏറ്റവും വലിയ ദർജ ലഭിക്കുന്ന ശുഹദാക്കളിൽ ഞാൻ ഉൾപ്പെടുന്നതാണ്. വ ഇഖ്റാജി മിൻ ബലദി സിയാഹ, എന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കിയാൽ അത് ഞാനൊരു വിനോദയാത്രയായിട്ട് പരിഗണിക്കും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞത് കാണാൻ സാധിക്കും. അപ്പോൾ സന്തോഷം അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്കറിയാൻ സാധിക്കും, പലപ്പോഴും സന്തോഷം ലഭിക്കുക ആരും കാണാതെ ചെയ്യുന്ന അമലുകൾക്കാണ്, പുണ്യപ്രവർത്തികൾക്കാണ്. ഒരാൾ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്, ആരും അറിയുന്നില്ല, ദീർഘനേരം അള്ളാഹുവിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അവന് ലഭിക്കുന്ന സന്തോഷം വേറെ ആർക്കാ ലഭിക്കുക? പരസ്യമായി ചെയ്യുന്ന ഇബാദാത്തുകളെക്കാൾ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ അധികം സന്തോഷം ലഭിക്കുക അള്ളാഹുവിൻ്റെ മുന്നിൽ തനിച്ച്, അല്ലെങ്കിൽ അവൻ രഹസ്യമായി ഒരാൾക്ക് സദഖ ചെയ്തു, അവന് ലഭിക്കുന്ന സന്തോഷം ഒരാൾക്കും ലഭിക്കുകയില്ല. അപ്പോൾ ഹൃദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്
സന്തോഷത്തിൻ്റെ അടിസ്ഥാനം എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് പുറമെയുള്ള വസ്തുക്കളിൽ സന്തോഷം തേടിപ്പോയി കഴിഞ്ഞാൽ അത് സ്ഥായിയായി നിലനിൽക്കണമെന്നില്ല. അതിന് ചില ഘടകങ്ങളുണ്ട്, ശരി തന്നെയാണ്. പക്ഷേ അത് യഥാർത്ഥ സന്തോഷത്തിൻ്റെ സമ്പൂർണതയ്ക്ക് ആവശ്യകരമായ കാര്യങ്ങൾ മാത്രമാണ്. സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അത് ലഭിക്കുന്നില്ല എങ്കിൽ ബാക്കിയുള്ളത് എന്തായിരിക്കും? അത് നൈമിഷികമായ ചില സുഖങ്ങൾ മാത്രമായിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഘടകം, രണ്ടാമത്തെ തത്വം, ഒരാളുടെ ഈമാൻ ശരിയാകുന്നതിനനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചിട്ടയോടെ നിർവഹിക്കുന്നതിനനുസരിച്ചാണ് ഒരാൾക്ക് സന്തോഷം ലഭിക്കുക. അതാണ് അതിൻ്റെ മിഫ്താഹ്, അതിൻ്റെ താക്കോൽ. പരിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായി പഠിപ്പിക്കുന്നതാണ്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, ഏതവസ്ഥയിൽ വഹുവ മുഅ്മിൻ, അവൻ്റെ ഹൃദയത്തിൽ ഈമാനുണ്ട്, ഈമാൻ ശരിയാക്കിയവനായ നിലയിൽ സൽക്കർമ്മം അനുഷ്ഠിക്കുന്നവൻ ആരാണോ, എന്നാൽ ഫലനുഹയ്യിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവന് ഏറ്റവും ത്വയ്യിബായ ജീവിതം നാം നൽകുക തന്നെ ചെയ്യും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവരുടെ പ്രതിഫലം അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല അമലുകൾക്ക് അനുയോജ്യമായ നിലയിൽ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം, ഹാദാ വഅദും മിനല്ലാഹി തആല, വാക്കുപാലിക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണുള്ളത്? അല്ലാഹ് പറഞ്ഞതാണിത്. ആരാണോ വിശ്വാസത്തോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് അവർക്ക് ഏറ്റവും ത്വയ്യിബായ ജീവിതം കൊടുക്കും എന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ലിമൻ അമില സ്വാലിഹൻ, ആർക്കാണ് ഈ വാഗ്ദാനമുള്ളത്? സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക്. എന്താണ് സൽക്കർമ്മം എന്ന് പറഞ്ഞാൽ? വഹുവൽ അമലുൽ മുതാബിഉ ലികിതാബില്ലാഹ് വസുന്നതി നബിയിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ കിതാബിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചു വരുന്ന കാര്യങ്ങളാണ്. അതാണ് സൽക്കർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ആർക്കാണ് ഈ വാഗ്ദാനം കൊടുക്കുന്നത്? മിൻ ദക്കറിൻ ഔ ഉൻസ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, മനുഷ്യരിൽ ആണാകട്ടെ പെണ്ണാകട്ടെ. എപ്രകാരമായിരിക്കണം? വഖൽബുഹു മുഅ്മിനുൻ ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്നവനാണ് എങ്കിൽ. വഇന്ന ഹാദൽ അമലൽ മഅ്മൂറ ബിഹി മശ്റൂഉൻ മിൻ ഇൻദില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയിരിക്കുന്നതായ കർമ്മങ്ങളാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ എന്താണ് അല്ലാഹുവിന്റെ വാഗ്ദാനം? ബി അൻ യുഹ്യിയഹുല്ലാഹു ഹയാതൻ ത്വയ്യിബ ഫിദ്ദുനിയ വ അൻ യജ്സിയഹു ബിഅഹ്സന മാ അമിലഹു ഫിദ്ദാരിൽ ആഖിറ, ദുനിയാവിൽ അല്ലാഹു അവന് ഏറ്റവും നല്ല ജീവിതം കൊടുക്കും, ആഖിറത്തിൽ അല്ലാഹു ഏറ്റവും മുന്തിയ പ്രതിഫലവും നൽകും എന്ന് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഇവിടെ ദുനിയാവിലുള്ള ഈ ജീവിതം അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ ജീവിതം എന്താണെന്ന് മുഫസ്സിരീങ്ങൾ വൈവിധ്യങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വൈരുദ്ധ്യങ്ങളില്ലാത്ത വ്യാഖ്യാനങ്ങളാണ്. ചില ഉലമാക്കൾ പറഞ്ഞു ഹലാലായ റിസ്ക് ലഭിക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വലിയ അനുഗ്രഹമാണ്. ഹലാലായ ഭക്ഷണം അല്ലെങ്കിൽ റിസ്ക്, വിഭവങ്ങൾ ലഭിച്ചാൽ മാത്രമാണ് ജീവിതം സന്തോഷമുള്ളതാവുകയുള്ളൂ. ചില ഉലമാക്കൾ പറഞ്ഞു അൽ ഖനാഅ, എന്താണോ നൽകപ്പെടുന്നത് അതിൽ സംതൃപ്തി അടയാനുള്ള മനസ്സാണ്, അതാണ് ഏറ്റവും ശുദ്ധമായ നല്ല ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഉലമാക്കൾ പറഞ്ഞു അത് സആദ, സൗഭാഗ്യം എന്നുള്ളതാണ്, സന്തോഷമാണ്. വേറെ ചില ഉലമാക്കൾ അതിന് വ്യാഖ്യാനിച്ചു ഒരാൾക്ക് ഏറ്റവും ത്വയ്യിബായ നല്ല ജീവിതം ലഭിക്കുക സ്വർഗത്തിൽ മാത്രമാണ്, അപ്പോൾ സ്വർഗം ലഭിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. എല്ലാം ഒന്നിന് ഒന്ന് എന്താണ് മെച്ചമായ വൈവിധ്യങ്ങളായ തഫ്സീറുകളാണ്. ഇതാണ് രണ്ടാമത്തെ തത്വം. സന്തോഷത്തിൻ്റെ താക്കോൽ അത് ഈമാനും അതേപ്രകാരം തന്നെ അമൽ സ്വാലിഹാത്തുകളുമാണ്. മൂന്നാമത്തെ തത്വം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അൽ ഖനാഅ, ഖനാഅത്തുണ്ടാവുക എന്നുള്ളതാണ്, സംതൃപ്തി ഉണ്ടാവുക, അതല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് തൃപ്തി അടയാനുള്ള മനസ്സ് ഉണ്ടാവുക. ആർക്കാണോ ഈ പറയുന്ന ഖനാഅത്തില്ലാത്തത് അത് ഒരാളുടെ പരാജയത്തിലേക്ക് അവനെ നയിച്ചു കൊണ്ടുപോകും. എവിടെയാണോ ഈ പറയുന്ന ഖനാഅത്തില്ലാത്തത്, ആളുകൾ സമ്പത്തുണ്ട് അത് മതിയാകുന്നില്ല, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട് അത് മതിയാകുന്നില്ല, അല്ലെങ്കിൽ വീടുണ്ട് അതിൽ തൃപ്തിയില്ല, വാഹനമുണ്ട് അതിൽ തൃപ്തിയില്ല, ആരോഗ്യമുണ്ട് അതിൽ തൃപ്തിയില്ല, ഇതിൽ തൃപ്തി അടയാത്ത ഈ ഒരു അവസ്ഥ അവനെ പലപ്പോഴും നിഷിദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകും. ഹറാമായ മാർഗത്തിലുള്ള സമ്പാദ്യത്തിലേക്ക് അവനെത്തിക്കും. തെറ്റായ മാർഗത്തിൽ അവന് കാര്യങ്ങൾ കരഗതമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടും.
ഇത് അവനെന്ത് ചെയ്യും? കൂടുതൽ വലിയ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ അസ്ലമ, ആരാണോ മുസ്ലിമായിരിക്കുന്നത് അവൻ വിജയിച്ചിരിക്കുന്നു. വറുസിഖ കഫാഫ, മാത്രമല്ല അവന് മതിയാകുന്നത് അവന്റെ ജീവിത വിഭവമായി നൽകപ്പെട്ടു, അവനും വിജയിച്ചിരിക്കുന്നു. വഖന്നഅഹു അല്ലാഹു ബിമാ ആതാ, എന്താണോ നൽകപ്പെട്ടത് എന്താണോ അല്ലാഹു അവന് കൊടുത്തത്, അതുകൊണ്ട് അല്ലാഹു അവനെ സംതൃപ്തനാക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ വിജയിച്ചിരിക്കുന്നു. ഒരാൾ മുസ്ലിമാണ്, അവന് മതിയാകുന്നത് മാത്രം എന്താണോ അവൻ ആവശ്യമുള്ളത് അല്ലാഹു അതവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തതിനെ അവൻ സംതൃപ്തിയോടെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഒരാൾ അവൻ സൗഭാഗ്യവാനാണ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഹൂമാനി ലാ യശ്ബആൻ, രണ്ട് കുതിയന്മാർ, ആർത്തിയുള്ളവർ, അവരുടെ വയറ് നിറയുകയില്ല. ആരാണത്? ഒന്ന് പ്രശംസനീയമായ കാര്യമാണ്, ഒന്ന് മൻഹൂമുൻ ഫി ഇൽമിൻ, ഇൽമിന്റെ കാര്യത്തിൽ അതിയായി ആർത്തിയുള്ളവൻ. ലാ യശ്ബഉ, അവന്റെ വയറ് നിറയുകയില്ല. ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ രസത്തിലേക്ക് കയറിയാൽ കൂടുതൽ കൂടുതൽ പഠിക്കാൻ ആവേശമുള്ളവനായി മാറും. അവന് ഒരിക്കലും എന്ത് ചെയ്യില്ല, സമാധാനം കിട്ടുകയില്ല, പഠിച്ചുകൊണ്ടേയിരിക്കണം അവന്. മറ്റൊന്ന് വമൻഹൂമുൻ ഫി ദുനിയ ലാ യശ്ബ, ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഓടി തളരുന്ന മനുഷ്യനാണ്. അവൻ എത്ര കിട്ടിയാലും അവന്റെ വയറ് നിറയുകയില്ല. ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ അവന്റെ ഈ ആർത്തി അവസാനിക്കുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അത് എന്താണ്? സന്തോഷത്തെ കെടുത്തിക്കളയുന്ന കാര്യമാണ്. ഇൽമ് തേടാൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമം അത് പ്രശംസനീയവുമാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖുല്ലാഹ് വഉജ്മിലു ഫി ത്വലബി, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. റിസ്ക് തേടുന്നതിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, അല്ലെങ്കിൽ നീതിപൂർവം നിങ്ങൾ എന്ത് ചെയ്യണം? റിസ്ക് തേടണം. അക്രമം കാണിക്കാൻ പാടില്ല, അനീതി കാണിക്കാൻ പാടില്ല, ഹറാമിനെ തേടാൻ പാടില്ല. ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തൗഫി റിസ്ഖഹ, ഒരു മനുഷ്യനും അവൻ നിശ്ചയിക്കപ്പെട്ട റിസ്ക് ഉപയോഗിച്ച് തീർത്തിട്ടല്ലാതെ മരിച്ചു പോവുകയില്ല. അള്ളാഹു അവന് നിശ്ചയിച്ചിരിക്കുന്ന റിസ്ക് ഉണ്ട്. ആ റിസ്ക് പൂർത്തീകരിച്ചിട്ടേ ഏതൊരാളും മരിച്ചു പോവുകയുള്ളൂ. അതിനും മരിച്ചു പോയില്ല, കിട്ടാനുള്ളത് കിട്ടും. വഇൻ അബ്ത അൻഹ, ചിലപ്പോൾ കുറച്ച് താമസം ഉണ്ടായേക്കാം, കാലതാമസം ഉണ്ടായേക്കാം, എങ്കിൽ പോലും അള്ളാഹു അവന് നിശ്ചയിച്ച് അവന് കിട്ടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅജ്മിലു ഫി ത്വലബ്, റിസ്ക് തേടുന്ന കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം, ഭംഗിയായി ചെയ്യണം, നിയമാനുസൃതം ചെയ്യണം. ഖുദൂ മാ ഹല്ല വദഉ മാ ഹറം, എന്താണോ അനുവദനീയമായത് നിങ്ങൾ എടുത്തുകൊള്ളുക, നിഷിദ്ധമായതിന് എന്ത് ചെയ്യുക? വിട്ടുകളഞ്ഞേക്കുക. നിനക്ക് തരാനുള്ളത് എന്ത് ചെയ്യും? അള്ളാഹു തരും. അപ്പോൾ ഈ ഖനാഅത്ത് ഉള്ളത്, അള്ളാഹു നൽകിയതിനെ സംതൃപ്തമായി സ്വീകരിക്കുക എന്നുള്ളത് സന്തോഷം ലഭിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഘടകം ഉലമാക്കൾ പറയുന്നത് കാണാം, ആരാണോ സൃഷ്ടികളിൽ നിന്ന് ധന്യനായിക്കൊണ്ട് അള്ളാഹുവിൽ സകല ആശ്രയങ്ങളും നടത്തുന്നവൻ, അവന്റെ സൗഭാഗ്യം, അവന്റെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഏതൊരാൾ എത്രയധികം സൃഷ്ടികളിൽ നിന്ന് അവരെ ആശ്രയിക്കുന്നതിൽ നിന്ന് മാറി അള്ളാഹുവിനെ ആശ്രയിക്കുന്നുവോ അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യും? അവന്റെ സന്തോഷം അധികരിച്ചുകൊണ്ടിരിക്കും. ഏതൊരാൾ കൂടുതലും അധികവുമായും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചുകൊണ്ട് അവർക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ജീവിക്കുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവന്റെ സന്തോഷം മുറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. എന്നൊക്കെ തീരെ ചോദിക്കാൻ പാടില്ല എന്നല്ല, ചോദിക്കേണ്ട ഘട്ടങ്ങൾ വന്നാൽ എന്ത് ചെയ്യാം? ചോദിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഒരാളുടെ സന്തോഷത്തിന് എന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരിക്കൽ അൻസ്വാറുകളിൽപ്പെട്ട ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ വിഭവങ്ങൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊടുത്തു. ഫഅതാഹു ثم سألوه فأعطاهم, വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ثم سألوه فأعطاهم, വീണ്ടും ചോദിച്ചു, വീണ്ടും കൊടുത്തു. അങ്ങനെ ഹത്താ നഫിദ മാ ഇൻദ, നബിയുടെ അടുക്കലുള്ള ഉള്ളതെല്ലാം തീർന്നുപോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യകൂനു ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറുഹു അൻകും, എൻ്റെ അടുക്കൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് തരാതെ ഞാൻ സൂക്ഷിച്ചു വെക്കുകയില്ല. എൻ്റെ കയ്യിലുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്യും? തരുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യസ്തഅഫിഫ് യുഇഫഹുല്ലാഹ്, ആരാണോ ഇഫ്ഫത്ത് പാലിക്കുന്നവൻ, ആരാണോ ഹറാമുകളിൽ നിന്ന് തൻ്റെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുന്നവൻ,
അള്ളാഹു അവനെ പരിശുദ്ധനാക്കി മാറ്റും. തൻ്റെ ലൈംഗികാവയവങ്ങളെ അന്യ സ്ത്രീകളെ തൊട്ട് അത് മോഹിക്കാതെ അല്ലെങ്കിൽ അതിൽ ഹറാമായ രീതിയിൽ കൊണ്ടുപോകാതെ ആര് ഇഫ്ഫത്ത് പാലിക്കുന്നുവോ അള്ളാഹു അവനെ പരിശുദ്ധനാക്കും, അള്ളാഹു അവന് സന്തോഷം നൽകും എന്നർത്ഥം. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരാണോ മറ്റുള്ളവരിൽ നിന്ന് ധന്യനാകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവൻ, മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ അള്ളാഹു നൽകിയതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാൻ സന്നദ്ധനാകുന്നവൻ അള്ളാഹു അവനെ ധന്യനാക്കും, അള്ളാഹു അവന് കൊടുക്കാനുള്ളത് കൊടുക്കും. വമൻ യതസബ്ബറ യുസബ്ബിറുഹുല്ലാഹ്, ആരാണോ അള്ളാഹു നൽകിയത് സ്വീകരിച്ചുകൊണ്ട് ക്ഷമ അവലംബിച്ച് ജീവിക്കുന്നവൻ അള്ളാഹു അവനെ ആ പരുവത്തിൽ അവൻ്റെ മനസ്സിന് ചെയ്യും, ക്ഷമയുള്ളവനാക്കി തീർക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ, ഒരാൾക്കും ഒരു അനുഗ്രഹവും നൽകപ്പെടുന്നില്ല എന്തിനേക്കാൾ ശ്രേഷ്ഠമായി ക്ഷമയേക്കാൾ വിശാലമായ ഖൈറുള്ള ഒരു അതാവും ഒരു സമ്മാനവും ആർക്കും നൽകപ്പെടുന്നില്ല. അപ്പോൾ അള്ളാഹു നൽകിയതിനെ സ്വീകരിക്കുകയും മറ്റുള്ള ആളുകളുടെ കയ്യിലുള്ളത് മോഹിക്കാതിരിക്കുകയും, അങ്ങനെ മോഹിക്കുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും, അവൻ അത് കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പല പല ക്രിയകൾ നടത്തും, അതിക്രമങ്ങൾ നടത്തും. അത് അവനെ തീരാ ദുഃഖത്തിൽ എന്ത് ചെയ്യും, കൊണ്ടുപോയി എത്തിക്കുമെന്നുള്ളതാണ്. മറ്റൊരു സന്തോഷവുമായി ബന്ധപ്പെട്ട തത്വം അള്ളാഹുവിൻ്റെ ഖദാ ഖദറിൽ സംതൃപ്തി ഉള്ളവനായി തീരുക. ഏതൊരു മനുഷ്യനും ഭൂമിയിൽ ജീവിക്കുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം, ബുദ്ധിമുട്ടുകളുണ്ടാകാം, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ വേദനിപ്പിക്കുന്ന തീരുമാനങ്ങളുണ്ടാകാം. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ അവൻ സംതൃപ്തി അടയുക, അള്ളാഹുവിൻ്റെ പരീക്ഷണമാണെന്ന് മനസ്സിലാക്കുക, ഇത് അനിവാര്യമായ ഒരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു. ചിലപ്പോൾ ഭയപ്പാടോടുകൂടിയിട്ടായിരിക്കാം, വിശപ്പ് നൽകിയായിരിക്കാം, പട്ടിണി നൽകിയായിരിക്കാം, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം, മക്കളുടെ, ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ, മാതാപിതാക്കളുടെ, അതല്ലെങ്കിൽ വിഭവനഷ്ടങ്ങളുണ്ടാകാം. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, നടപടിക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാവുന്ന ഹദീസാണ്. മുഅ്മിനിന്റെ കാര്യം വളരെ അത്ഭുതകരമാണ്. അവനെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ലഭിച്ചാൽ അവൻ എന്ത് ചെയ്യും, ശുക്ർ ചെയ്യും, നന്ദി രേഖപ്പെടുത്തും, അതവനക്ക് ഖൈറായി മാറും. അവനെ ദുഃഖിപ്പിക്കുന്ന പ്രയാസകരമായ ഏതെങ്കിലും ബാധിച്ചാൽ അവനെന്ത് ചെയ്യും, ക്ഷമിക്കും, അതും അവനെന്താണ്, നന്മയാണ്. അപ്പം ഏതൊരു കാര്യമാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് കരുതി അതിൽ സംതൃപ്തി അടയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യന് ഏറ്റവും അധികം പ്രതിഫലം നൽകപ്പെടുന്നത് അവൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെ വലുപ്പമനുസരിച്ചിട്ടാണ്. അവൻ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവോ അതിൽ അവൻ്റെ നിലപാടെന്താണോ അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യും, അവനക്ക് നൽകപ്പെടുന്ന പ്രതിഫലവും വർധനവുള്ളതായി തീരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, ആരാണോ പരീക്ഷണത്തിൽ സംതൃപ്തി അടയുന്നത്, അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്, അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകും. ആരാണോ അതിനോട് കോപം കാണിക്കുന്നത്, പൊറുതികേട് കാണിക്കുന്നത്, അള്ളാഹു അവനോട് എന്ത് ചെയ്യും, കോപിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ സാധിക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്യമുണ്ട്, എനിക്ക് എന്തൊരു മുസീബത്തുണ്ടായാലും, മാ അസാബത്തിനി മുസീബ ഇല്ലാ ഹമിദുല്ലാഹ അലാ ഉമൂരി, എനിക്ക് എന്തൊരു പ്രയാസമുണ്ടായാലും ഞാൻ ചില കാരണങ്ങളാൽ അള്ളാഹുവിന് എന്ത് ചെയ്യും, ശുക്ർ ചെയ്യും, ഹംദ് ചെയ്യും. എന്താണ് കാരണം? എനിക്കൊരു പ്രയാസമുണ്ടായി, അതിൽ ഞാൻ അള്ളാഹുവിനെ ശുക്ർ ചെയ്യാൻ, നന്ദി രേഖപ്പെടുത്താനുള്ള കാരണം അന്നഹാലം തക്കുൻ ഫി ദീനി, ആ പ്രയാസം ദീനിനല്ല എന്നെ ബാധിച്ചിരിക്കുന്നത്. എൻ്റെ ചിലപ്പോൾ വാഹനത്തിനായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിഭവങ്ങളിലായിരിക്കാം. അങ്ങനെ ഒരു പരീക്ഷണം വന്നാൽ ഞാൻ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യും, അള്ളാഹുവേ എൻ്റെ ദീനിൽ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ലല്ലോ, എൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയില്ല, അല്ലെങ്കിൽ എൻ്റെ നമസ്കാരം ഉപേക്ഷിക്കുന്നവനാക്കി നീ മാറ്റിയില്ല, എന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലൊരു അടിമയാക്കിയിട്ടുണ്ട്, എൻ്റെ ഈമാനാണ് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ഞാൻ എത്ര നിർഭാഗ്യവാനായിരിക്കും, എനിക്ക് ഇതുപോലുള്ളതായ പ്രയാസങ്ങളാണല്ലോ ഉണ്ടായത്. മറ്റൊന്ന് അന്നഹ ലം തകുൻ അക്ബറ മിൻഹ, ഇതിനേക്കാൾ വലിയ നാശങ്ങൾ എത്രയോ ആളുകൾക്കുണ്ടായിട്ടുണ്ട്, അതിനേക്കാൾ എത്ര ചെറിയ നിസ്സാരമായ അപകടമാണ്
എന്നെ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവെ നിനക്ക് സ്തുതി അർപ്പിക്കുകയാണ്. അതേ പ്രകാരം തന്നെ എനിക്ക് ഉണ്ടായിരിക്കുന്ന ഈ അപകടത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും എന്നെനിക്കറിയാം. അക്കാരണത്താലും ഞാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിനെ സ്തുതിക്കും. അപ്പോൾ ഏതൊരു പ്രയാസം നമ്മെ ബാധിക്കും, ഏത് പ്രയാസവും മനുഷ്യർക്കുണ്ടാകാം. പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. പ്രയാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഈ രീതിയിൽ എന്ത് ചെയ്യണം? അതിനെ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും അധികം പ്രയാസങ്ങൾ നേരിടുന്നത് അമ്പിയാക്കളാണ്. അമ്പിയാക്കളിൽ തന്നെ ഏറ്റവും കഠിനമായ പ്രയാസങ്ങൾ നേരിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എല്ലാ മേഖലകളിലും പ്രയാസം ഉണ്ടായിട്ടുണ്ട്. പ്രയാസം ഉണ്ടാക്കാത്ത മേഖലകളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാം തന്നെ മരിച്ചു പോയിട്ടുണ്ട്. നബി വഫാത്താകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കിയുള്ള എല്ലാ മക്കളും മരിച്ചുപോയി. നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുന്ന എത്ര പ്രയാസകരമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെല്ലാം ഒന്നിനു പിറകെ ഒന്നായിട്ട് എന്ത് ചെയ്തു? മരിച്ചുകൊണ്ടിരുന്നു. നബി വഫാത്താകുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പല ആളുകളും കാഫിറുകളായി മരിച്ചുപോയി. എത്ര ദുഃഖകരമായിരിക്കും. നമ്മൾ ഈ ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. അപ്പോഴാണ് അതിൻ്റെ കാഠിന്യം മനസ്സിലാവുകയുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി മരിക്കുവോളം, മരിക്കുന്ന സമയത്തോളം അബൂ ത്വാലിബിന്റെ അടുക്കിൽ നിന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിലേക്ക് പോവാ, കലിമ പറയേ, ഷഹാദ പറയേ. സന്നദ്ധനായില്ല. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതേപ്രകാരം ശാരീരികമായ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് പരിക്കേറ്റിട്ടുണ്ട്, പല്ല് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ച ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത് പിന്നീട്. അപ്പോൾ പ്രയാസങ്ങൾ നിരവധി, നാടുവിട്ടു പോകേണ്ടി വന്നു. ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രയാസങ്ങൾ ഒരാളെ നിന്ദിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കാൻ വേണ്ടി മാത്രമായിരിക്കുകയില്ല. അതൊരു പക്ഷെ എന്തായിരിക്കാം? അവരുടെ ദറജകൾ അള്ളാഹുവിങ്കൽ ഉയർത്താനുള്ളതായിരിക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു അറാബിയായ ഗ്രാമീണനായ അറബിയോട് ചോദിച്ചു, ഹൽ അഖദത്ക ഉമ്മു മിൽദം ഖത്ത്, നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ചു, വമാ ഉമ്മു മിൽദം, ഉമ്മു മിൽദം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹർറുൻ ബൈനൽ ജിൽദി വൽ ലഹം, മാംസത്തിനും തൊലിക്കും ഇടയിൽ ശക്തമായ ചൂടുവരലാണ്, പനി ബാധിക്കലാണ്. നിനക്കങ്ങനെ പനി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഫമാ വജദ്തു ഹാദാ ഖത്തു, എനിക്ക് ഇത്ര കാലമായിട്ട് പനി ഉണ്ടായിട്ടില്ല. അപ്പോൾ ചോദിച്ചു, ഫഹൽ അഖദകൽ അസ്സുദാഉ ഖത്തു, നിനക്കെപ്പോഴെങ്കിലും സുദാ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ചോദിച്ചു, വമ സുദാ, എന്താണ് സുദാ? മുസ്ലിം പറഞ്ഞു, ഇർഖുൻ യദ്രിബു അലൽ ഇൻസാനി ഫി റഅസി, മനുഷ്യരുടെ തലയിൽ വേദനിപ്പിക്കുന്ന ഒരു തരം രോഗമാണ്, ഞരമ്പ് മുഖേന ഉണ്ടാകുന്ന രോഗമാണ്, തലവേദനയാണ് എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, മാ വജദ്തു ഹാദാ ഖത്തു, എനിക്ക് തലവേദനിച്ചിട്ടുമില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പിരിഞ്ഞുപോയി. ഫലമ്മാ വല്ല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പിരിഞ്ഞു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലി നാർ ഫൽയൻദുർ ഇലാ ഹാദാ, നരകാവകാശിയായ ഒരാളെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ദാ അദ്ദേഹത്തിലേക്ക് നോക്കിക്കോ. അതൊരു പ്രയാസവും അനുഭവിക്കുന്നില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ചെറിയ ചെറിയ പ്രയാസങ്ങളാണെങ്കിൽ, ഒരു പനി വന്നു, അല്ലെങ്കിൽ ഒരു തലവേദന വന്നു, ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ആധാറുകൾ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. തലവേദനിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത പറയുന്ന ആധാറുകൾ സലഫുകൾ അതിന് വലിയ രീതിയിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം വാങ്ങിച്ചെടുക്കാൻ പാകത്തിനാണ് കണ്ടിരുന്നത്. അപ്പോൾ ഒരു തലവേദന വന്നു, അല്ലെങ്കിൽ ഒരു പനി വന്നു, അള്ളാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ മേൽ പൊറുതികേട് കാണിക്കാതെ, പരാതികൾ പറയാതെ അത് ക്ഷമിക്കുകയും അതേപ്രകാരം സംതൃപ്തി അടയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സന്തോഷവുമായി ബന്ധപ്പെട്ട നമസ്കാരപ്പുഴ 1:05 നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. മറ്റൊന്ന്, സന്തോഷവുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ നൽകുന്ന മറ്റൊരു അടിസ്ഥാന തത്വം, അസ്അദുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും സൗഭാഗ്യമുള്ള സന്തോഷമുള്ള ആളുകൾ ജനങ്ങൾക്ക് ആരാണോ ഏറ്റവും അധികം ഉപകാരം ചെയ്യുന്നത് അവരായിരിക്കുമെന്നാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുന്നാസി അൻഫഉഹും ലിന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നന്മയുള്ളവർ ആരാണോ ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നത് അവരായിരിക്കുന്നതാണ്. ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതേപോലെ തന്നെ
നിരന്തരം പറയുന്ന ഹദീസുകളുണ്ടാവും. മറ്റുള്ള ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നുള്ളത് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അത് ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കുറച്ച് സമ്പത്തോ അല്ലെങ്കിൽ പണമോ കുട്ടികളുടെ അടുത്ത് കൊടുത്തു വിടുക, ഇന്നയാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരത് വന്നു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം വളരെ വിപുലമായിട്ട് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു പ്രയാസപ്പെടുന്ന ഒരാളെ അവൻ്റെ കൈപിടിച്ചു, എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു, എല്ലാ മനുഷ്യരിലും ഒന്നുണ്ടാവും, അതിൻ്റെ സന്തോഷം പ്രകടമായിരിക്കും. അപ്പോൾ ആളുകൾക്ക് സന്തോഷം എത്തിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ സന്തോഷം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മിൻ അഫ്ദലിൽ അഅമാൽ ഇദ്ഖാലു സുറൂരി അലൽ മുഅ്മിൻ. ഒരു മുഅ്മിനിന് മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ അമലുകളിൽപ്പെട്ടതാണ്. തഖ്ദി അൻഹു ദൈന, അവൻ്റെ കടം വീട്ടി കൊടുക്കുന്നു. തഖ്ദി ലഹു ഹാജ, അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട്. തുനഫിസു ലഹു ഖുർബ, ഏതെങ്കിലും കഠിനമായ പ്രയാസത്തിൽ ഒരു ആശ്വാസം കൊടുക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അതിനുവേണ്ടി വളരെയധികം ആവേശത്തോടെ പരിശ്രമിക്കുമായിരുന്നു എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയലുണ്ട്. ആവശ്യമുള്ള ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ, ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അതികഠിനമായി പരിശ്രമിക്കുമായിരുന്നു ശൈഖുൽ ഇസ്ലാം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. സന്തോഷവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം തിന്മകളിൽ നിന്ന് നല്ല ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. തിന്മകളെ നല്ല ജാഗ്രതയോടെ കാണുക. ഇത് മനുഷ്യന്റെ മനസ്സിനെ എന്ത് ചെയ്യും, എപ്പോഴും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കും. സയ്യിഅത്ത്, പാപത്തിന് സയ്യിഅത്ത് എന്നാ പറയുക. എന്തുകൊണ്ടാണ് അതിന് സയ്യിഅത്ത് എന്ന് പറയുന്നത്? പാപം ചെയ്തു കഴിഞ്ഞാൽ അത് ദുഃഖമുണ്ടാക്കും. ചിലപ്പോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില നൈമിഷികമായ സന്തോഷങ്ങൾ ഉണ്ടാക്കിയേക്കാം, പക്ഷേ ആത്യന്തികമായി മനുഷ്യനെ വലിയ ദുഃഖത്തിലും അതേപ്രകാരം തന്നെ മനപ്രയാസത്തിലും ഹമ്മിലും കൊണ്ടെത്തിക്കുന്നതായിരിക്കും തിന്മകൾ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു തിന്മ ചെയ്താൽ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു, ഒരു കറുത്ത പാടായിട്ട് നുക്തയായിട്ട് അത് മാറുന്നു. അത് വേണമെങ്കിൽ കഴുകിക്കളയാൻ പറ്റും, ശുദ്ധമാക്കാൻ പറ്റും തൗബ ചെയ്തും കഴിഞ്ഞാൽ. പക്ഷെ അതിന് കൂട്ടാക്കുന്നില്ല എങ്കിൽ വീണ്ടും വീണ്ടും തിന്മകൾ ചെയ്യുമ്പോൾ ഹൃദയം കറുത്തിരുണ്ട് എന്ത് ചെയ്യും, വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങും. അത് അവൻ്റെ മനസ്സിനെ തന്നെ തകർത്തു കളയും, എല്ലാ സന്തോഷങ്ങളെയും കെടുത്തിക്കളയും എന്നുള്ളതാണ്. അതുകൊണ്ട് തിന്മ ചെയ്യുന്നത് വളരെ ഗുരുതരമായ കാര്യമാണ്, മനസ്സിൻ്റെ സന്തോഷത്തെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. തിന്മ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അവൻ അനുഭവിക്കും. ദുനിയാവിലായിരിക്കാം, അതല്ലെങ്കിൽ ആഖിറത്തിലായിരിക്കാം. അതുകൊണ്ട് തിന്മയെ വളരെ ജാഗ്രതയോടെ കാണുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ സ്മരിക്കുക. ഇതിലൂടെ ആത്യന്തികമായ സന്തോഷം ലഭിക്കുമെന്നുള്ളതാണ്. അള്ളാഹുവിനെ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കുക, നാവുകൊണ്ട് ദിക്ർ ചെയ്യുക, അതേപ്രകാരം തന്നെ മനസ്സുകൊണ്ട് ദിക്ർ ചെയ്യുക. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ്, ഓർക്കുന്നതിലൂടെയാണ്. ധാരാളമായി ദിക്ർ ചെയ്യണം എന്നാണ് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നത്. പല കർമ്മങ്ങളെക്കുറിച്ചും അത് കേവലം പറഞ്ഞു പോകുമ്പോൾ ദിക്റിനെ കുറിച്ച് പറഞ്ഞത് ധാരാളം സ്മരിക്കുക. ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറ, അധികമായി കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കണം എന്നുള്ള കൽപ്പനകൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ദിക്ർ സന്തോഷം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം ദിക്ർ നിരന്തരമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിന്മകളിൽ നിന്ന് അകലം പാലിക്കാൻ സാധിക്കും. ഇത് അള്ളാഹു വച്ചിരിക്കുന്ന ഒരു നിയമമാണ്. നിരന്തരം അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരാൾക്ക് അവന് തിന്മകൾ ചെയ്യാൻ സാധിക്കുകയില്ല. തിന്മകൾ ചെയ്യാൻ സാധിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ മനസ്സിലെന്താ ഉണ്ടാവുക, സന്തോഷമാണ് ഉണ്ടാവുക. അതേപ്രകാരം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ജീവിതം, ദുനിയാവിലെ ജീവിതം അത് പ്രയാസകരമാണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അവിടെ പ്രയാസം ഉണ്ടാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവൻ തിരിച്ചറിയേണ്ടതുണ്ട്. വളരെ സുഖകരമായി ഒരു പ്രയാസവുമില്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പനിയുമില്ല അല്ലെങ്കിൽ ഒരു തലവേദനയുമില്ല, അങ്ങനെ ജീവിച്ചു പോകാം എന്നുള്ള വ്യാമോഹം മനസ്സിൽ വയ്ക്കാതിരിക്കുക. ദുനിയാവ് അള്ളാഹു പരീക്ഷണത്തിന് വേണ്ടി നൽകിയിരിക്കുന്നതാണ്. അവിടെ പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം എന്ത് ചെയ്യണം, തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് ഒരിക്കൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ വേറൊരാളോട് പറയുന്നത് കേട്ടു. എന്താണ് പറഞ്ഞത്? ലാ അറാഖല്ലാഹു മക്റൂഹൻ ഫീ ഹാദിഹിൽ ഹയാത്ത്, നിനക്ക് ജീവിതത്തിൽ ഒരു പ്രയാസവും അള്ളാഹു നൽകാതിരിക്കട്ടെ, ഒരു പ്രയാസവും നീ നേരിടാത്ത അവസ്ഥ അള്ളാഹു നിനക്ക് നൽകട്ടെ എന്ന് വേറൊരാളോട് പറയുന്നതാര് കേട്ടു? ഹസനുൽ ബസ്രി റഹ്മഹുല്ലാഹ് കേട്ടു. അപ്പോൾ പറഞ്ഞു, യാ ഫുലാൻ ലഖദ് ദഅൗത അലൈഹി ബിൽ മൗത്ത്, അല്ലയോ മനുഷ്യ, അദ്ദേഹം മരിക്കാനാണ് നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നത്. കാരണം ഈ ദുനിയാവിൽ എന്ത് ചെയ്യൂല, അതിലൊരു പ്രയാസവുമില്ലാതെ
മനസ്സിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യവുമില്ലാതെ ജീവിക്കുക എന്നുള്ളത് സാധ്യമല്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നാളെ ആഖിറത്തിൽ സ്വർഗത്തിലെത്തണം. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല. ദുനിയാവിൽ ഒരു പ്രയാസവുമില്ലാതെ ബുദ്ധിമുട്ടുകളുമില്ലാതെ ജീവിച്ചു പോവുക എന്നുള്ളത് സാധ്യമായ കാര്യമല്ല എന്നുള്ളതാണ്. ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഹൃദയവുമായി ബന്ധപ്പെട്ട സന്തോഷത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ്. ഇത് ഒരാൾ കൈവരിച്ചാൽ മാത്രമേ അവന് ബാഹ്യമായ സന്തോഷം നൽകുന്ന ഘടകങ്ങളുണ്ട്. അത് ചില ഹദീസുകളിലും മറ്റുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഘടകങ്ങൾ ഒരാൾക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ഘടകങ്ങൾ എന്ത് ചെയ്യണം? പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാം, മനുഷ്യരുടെ സന്തോഷത്തിൽ പെട്ടതാണ് 3 കാര്യങ്ങൾ. അതേപ്രകാരം അവരുടെ ദുഃഖത്തിലും പെട്ടതാണ് 3 കാര്യങ്ങൾ. എന്നിട്ട് സന്തോഷത്തിൽപ്പെട്ട 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അത് ഭാഗ്യമായ ഒരു ഘടകമാണ്. അതേപ്രകാരം തന്നെ വൽ മസ്കനു സ്വാലിഹ്, നല്ല ഭവനം, ജീവിക്കാൻ ഉതകുന്ന നല്ലൊരു ഭവനം ഉണ്ടാവുക. അതേപ്രകാരം വൽ മർകബു സ്വാലിഹ്, നല്ലൊരു വാഹനം ഉണ്ടാവുക. ഇത് സന്തോഷത്തെ ബാധിക്കുന്ന ഭാഗ്യമായ ഘടകങ്ങളിൽപ്പെട്ടാണ്. ഇതെല്ലാം ഉണ്ട് ഒരാൾക്ക്. പക്ഷെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളില്ല എങ്കിൽ എന്താവില്ല, ഒരു സന്തോഷവും ലഭിക്കുകയില്ല. അതേപ്രകാരം തന്നെ ഒരാളുടെ പരാജയത്തിൻ്റെ കാരണങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒന്ന് നേരത്തെ പറഞ്ഞത് അൽ മർഅത്തു സൂ, മോശപ്പെട്ട ഒരു ഭാര്യയാണ്. അവനെ എപ്പോഴും ദുഃഖമുണ്ടാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ സമ്പത്ത് സംരക്ഷിക്കാത്ത, അല്ലെങ്കിൽ അവനെ നാണം കെടുത്തുന്ന രീതിയിലുള്ള ഒരാൾ. അല്ലെങ്കിൽ വൽമസ്കനു സൂ, മോശപ്പെട്ട ഇടുങ്ങിയ അല്ലെങ്കിൽ സമാധാനമില്ലാത്ത ഭവനം. വൽമർക്കബ് സൂ, മോശമായൊരു വാഹനം. ഇത് പലപ്പോഴും ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ബാഹ്യമായ ഘടകമാണ്. ഇതും എന്താണ്, മറ്റുള്ള ആന്തരികമായ സന്തോഷത്തിൻ്റെ ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ആന്തരികമായ സന്തോഷത്തിൻ്റെ ഘടകങ്ങൾ ഒരാൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചിലപ്പോൾ എന്താണ്, ഈ പറയുന്ന ഭവനം ഇല്ലാത്തവനാണെങ്കിലും, അല്ലെങ്കിൽ ഭാര്യ മോശപ്പെട്ടവനാണെങ്കിലും, അതല്ല എങ്കിൽ വാഹനമില്ലാത്തവനാണെങ്കിലും അവനെന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും, അവന് സമാധാനം ഉണ്ടാവും. പലപ്പോഴും വളരെ കുടുസായ ഭൗതിക വിഭവങ്ങളിൽ ജീവിച്ചിരിക്കുന്ന പല സ്വഹാബികളും അവരേറ്റവും അധികം സന്തോഷം നേരിട്ടവരാണ്. അവർക്ക് അടിസ്ഥാനപരമായ ഘടകങ്ങൾ സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇതെല്ലാം അതിൻ്റെ മുഖമ്മിലാത്തുകളാണ്, സമ്പൂർണ്ണമാക്കുന്ന, സന്തോഷത്തെ സമ്പൂർണ്ണമാക്കുന്ന ചില ഘടകങ്ങളാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽപ്പെട്ട മറ്റൊന്നാണ് ഒരാൾക്ക് നല്ല അയൽവാസി ഉണ്ടാവുക. ചില ഹദീസുകളിലും മറ്റെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്, നല്ല അയൽവാസി ഉണ്ടാവുക, അത് വലിയൊരു അനുഗ്രഹമാണ്. അതേപ്രകാരം നല്ല കൂട്ടുകാരെ കിട്ടുക. മോശപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ അത് മനസ്സിൻ്റെ സമാധാനം കെടുത്തിക്കളയും. അബൂ താലിബിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദ ചൊല്ലിക്കൊടുക്കുന്നു. അദ്ദേഹം അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നയാളാണ്. പക്ഷേ കൂടെ ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? പാരപണിയാണ്. അദ്ദേഹത്തിന് അത് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ നല്ല കൂട്ടുകാരാണെങ്കിൽ സന്തോഷം കൊണ്ടുവരും. മോശപ്പെട്ട കൂട്ടുകാരാണ് എങ്കിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും എന്ത് ചെയ്യും? അവനെ കൊണ്ടുവരും. അതേപ്രകാരം തന്നെ ഭാഗ്യമായ മറ്റൊരു ഘടകമാണ് സമ്പത്ത് സമ്പാദിക്കാനുള്ളതായ കുദറത്തുണ്ടാവുക, അതിനുള്ള ശേഷി ഉണ്ടാവുക. സമ്പത്ത്, ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭാഗ്യമായ ഘടകങ്ങളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനു തന്നെയാണ്? ആന്തരികമായ സന്തോഷത്തിൻ്റെ ഘടകങ്ങൾ സ്വായത്തമാക്കാൻ അതിനുവേണ്ടി പരിശീലിക്കുക, അതിനുവേണ്ടി ബോധപൂർവം എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. അതിലൂടെയാണ് ഒരാളുടെ ആത്യന്തികമായ സമാധാനം ഒരാൾക്ക് ലഭിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم.